ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മികച്ച നടനുള്ള അവാർഡ് അവസാന നിമിഷം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന നടനാണ് ജയറാം. അത്തരത്തിലുള്ള ഒരു സിനിമ റിലീസായ ഒരു വർഷം ജയറാമിന്റെ 2002. വേറെ കുറച്ച് സിനിമകളുണ്ട്. എന്തായാലും മലയാളത്തിലും തമിഴിലും ജയറാം തിളങ്ങിയ ഒരു വർഷമാണ് 2002. ആ ഒരു സിനിമകളെ കുറിച്ചും അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ അവസാന നിമിഷം അവാർഡ് നഷ്ടപ്പെട്ട ആ ഒരു സിനിമയാണ് ശേഷം. TK രാജീവ്കുമാറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജയറാമും ഗീതു മോഹൻദാസും ബിജു മേനോനും P ബാലചന്ദ്രൻ അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. രാജീരവിയാണ് അതിന്റെ ഒരു ക്യാമറ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ സമയത്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം, ഗീതു മോഹൻദാസും രാജീരവിക്ക് ഒരു സൗഹൃദം ഉണ്ടാവുന്നതും പിന്നീട് അവർ പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ. ശരിക്ക് ഒരു അതിഗംഭീരമായിട്ടുള്ള റോളാണ് ജയറാമിന്റെ. ആ വർഷം ജയറാമിന്, അതിന്റെ തൊട്ടുമുമ്പത്തെ വർഷവും ജയറാമിന് മികച്ച നടൻ അവാർഡ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, തീർത്ഥാടനം എന്ന സിനിമയ്ക്കൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ്, മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് ആ വർഷം കിട്ടിയില്ല. എന്തായാലും ഈ വർഷം 2002 ഈ ഒരു സിനിമയ്ക്ക് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് അവാർഡ്സ്, ബെസ്റ്റ് സിനിമ, അതുപോലെ തന്നെ മികച്ച കഥയ്ക്കുള്ള അവാർഡ് TK രാജീവ്കുമാറിന്, എഡിറ്റർ ശ്രീകർ പ്രസാദ്, പിന്നെ സൗണ്ട് റെക്കോർഡിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഈ നോക്കിയപ്പോ അതിൽ ലിസ്റ്റിൽ ഇല്ല, പക്ഷെ എന്റെ ഒരു ഓർമ്മയിൽ അന്ന് ക്രിട്ടിക്സ് അവാർഡ് ഉണ്ട്, കേരള സ്റ്റേറ്റ് ക്രിട്ടിക്സ് അവാർഡ് അന്ന് ജയറാമിനും ഗീതു മോഹൻദാസിനും കിട്ടിയതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. അത് 2002 എന്ന് പറയുന്ന ഈ ശേഷം എന്ന ഒരു സിനിമയ്ക്ക് തന്നെയായിരുന്നു. ഈ സിനിമ അന്ന് തിയേറ്ററിക്കലി വലിയ വിജയമോ കാര്യങ്ങളൊന്നും അല്ല, അത് അത്തരത്തിലുള്ള സിനിമ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പോയി. പക്ഷെ ജയറാമിന്റെ നല്ല പെർഫോമൻസുകൾ എന്ന രീതിയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സിനിമ തന്നെയാണ് ശേഷം. പിന്നെ ആ 2002 മാർച്ച് മാസം ഇറങ്ങിയ സിനിമയാണ് അത് മലയാളി മാമന് വണക്കം. ഈ ഒരു സിനിമ ഉദയകൃഷ്ണ CBK തോമസ് എഴുതിയ, അവര് ഡാർലിംഗ് കഴിഞ്ഞിട്ട് അവർ എഴുതിയ സിനിമയാണ്. ഇതിന്റെ തൊട്ടുമുമ്പത്തെ വർഷമല്ല, 2000 എന്ന വർഷമാണ് ഇവരെ അവസാനം ഒന്നിച്ചത്. ജയറാമ രാജസേന എന്ന നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയ്ക്ക് ശേഷം അവർ രണ്ടുപേരും സ്വയം തീരുമാനമെടുത്തു, നമ്മുടെ സിനിമകളിൽ നമുക്ക് റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാം, തൽക്കാലം നമുക്ക് സിനിമകൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവരൊരു ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നീട് ജയറാം വേറെ സിനിമകൾ ചെയ്തു. രാജസേനൻ പിന്നീട് രാജസേനേതായിട്ടുള്ള സിനിമകൾ ഡാർലിംഗും മേഘ സന്ദേശവും അത്തരം സിനിമകളിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒന്നിച്ച സിനിമയാണ് മലയാളി മാമന് വണക്കം. ഇത് ഞാൻ തൃശ്ശൂർ കൈരളി തിയേറ്ററിലാണ് കാണുന്നത്. അതൊരു മാർച്ച് മാസം, അന്ന് ഞാൻ +2 പഠിക്കുകയാണ്. ആനുവൽ എക്സാം കഴിഞ്ഞിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഞാൻ കാണാൻ പോകുമ്പോൾ സിനിമ ഹൗസ്ഫുൾ ആണ്. ഒരു സെക്കൻഡ് ഷോയ്ക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പ്രഭു ഒരു ബ്രേക്കിന് ശേഷം മലയാളത്തിൽ വരുന്നു. പിന്നെ പ്രഭുവും റോജയാണ് ആ സിനിമയ്ക്ക് കൈയടി കൊണ്ടുപോയത്. അതന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ആ ഒരു സിനിമയിൽ ഏറ്റവും കലക്കിയിട്ടുള്ളത് പ്രഭുവും റോജയാണ്. പിന്നെ സുജാ കാർത്തിക് എന്ന നായികയുടെ, പിന്നെ ജഗതി ശ്രീകുമാർ. എനിക്ക് ജഗതിയുടെയും ജയറാമിന്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പല സിനിമകൾ, കിലികിൽ പമ്പരം പോലത്തെ സിനിമകളൊക്കെ ഉണ്ട്, പണ്ടത്തെ കിലിക്കാമ്പെട്ടിയുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഇതിൽ അമ്മാവനായിട്ടാണ് ജഗതി ശ്രീകുമാർ. അതിൽ എനിക്ക് ഇപ്പോഴും തിയേറ്റർ ഏറ്റവും കൂടുതൽ കൈയടിച്ച ഒരു സീനുണ്ട്. അതില് പ്രഭു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് കുളിക്കുമ്പോൾ ജഗതി ശ്രീകുമാർ പോയിട്ട് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഷക്കീല പടത്തിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഈ ഷക്കീല തരംഗം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഈ സീനൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ അതിഉഗ്രൻ റോളാണ്. അതുകൊണ്ട് എനിക്ക് ജയറാം അല്ല കൂടുതൽ കൈയടി വാങ്ങിയത്. പിന്നെ ആ സിനിമ അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ അതൊരിക്കലും ഒരു നഷ്ട സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അത്യാവശ്യം ഓടി ഒരു സിനിമയാണ്. പിന്നെ ആ 2002 ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ അതൊരു ശ്രീ തിയേറ്ററിലും, അത് ശ്രീയിൽ നൂൺ ഷോയോ ഒക്കെ കുറച്ചു കാലം അത് ഓടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ജയറാമിന്റെ ഒരു മലയാള സിനിമ ഇറങ്ങുന്നത് ആ ക്രിസ്മസിനാണ്. ആ ഒരു സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സത്യൻ അന്തിക്കാട് ജയറാം കോമ്പിനേഷൻ. സത്യൻ അന്തിക്കാട് ജയറാം എനിക്ക് തോന്നുന്നു ഒരു പിൻഗാമി എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ മോഹൻലാലിനെ വെച്ചിട്ട് രസതന്ത്രമാണ് ചെയ്യുന്നത് 12 വർഷത്തിന് ശേഷം 2006. അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ജയറാമാണ്. തൂവൽ കൊട്ടാരം, വീണജല വീട്ടുകാര്യങ്ങൾ, ഇരട്ട കുട്ടികളുടെ അച്ഛൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അങ്ങനെ കുറെ നല്ല നല്ല സിനിമകൾ, വീണജല വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2001 സത്യൻ അന്തിക്കാട് കുഞ്ചാക്കോവനെ വെച്ചാണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ ചെയ്തത്. പക്ഷെ അതങ്ങനെ വിചാരിച്ച പോലെ അങ്ങ് ഏറ്റില്ല. കുഞ്ചാക്കോനെ ഒരു മുണ്ട കൊടുത്തിട്ട് ഇന്നാണെങ്കിൽ എനിക്ക് തോന്നുന്ന സിനിമ കുറച്ചുകൂടി വിജയിച്ചേനെ. കുഞ്ചാക്കോ ഇന്ന് അത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്യുന്നതാണ്. അന്നെന്തോ അതങ്ങ് വിചാരിച്ച പോലെ ഏറ്റില്ല. ആ ഒരു ഓണത്തിന് രാവണപ്രഭുവും രാക്ഷസ രാജാവും ഉണ്ട്, അതിന്റെ ഒപ്പമാണ് ആ സിനിമ ഇറങ്ങിയത്. ഇത് കഴിഞ്ഞ് 2002 ഇവർ വീണ്ടും ജയറാമിനായിട്ട് ഒന്നിച്ചു. നല്ലൊരു സിനിമയായിരുന്നു ആ സിനിമ. ശ്രീനിവാസന്റെ നല്ലൊരു സ്ക്രിപ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് യാത്രക്കാർ ശ്രദ്ധയ്ക്ക്. ആ ക്രിസ്മസ് സീസണിൽ 4 സിനിമകളാണ്. എനിക്ക് അതൊരു ഭയങ്കര നൊസ്റ്റാലജിയുള്ള ഒരു ക്രിസ്മസ് സീസണാണ്. കല്യാണരാമൻ, നമ്മൾ, നന്ദനം, യാത്രക്കാർ ശ്രദ്ധയ്ക്ക് 4 സിനിമയും ഹിറ്റാണ്. അതിൽ കല്യാണരാമനൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആണ്, നമ്മളും ബ്ലോക്ക് ബസ്റ്റർ ആണ്, നന്ദനം സൂപ്പർ ഹിറ്റാണ്, യാത്രക്കാർ ശ്രദ്ധയ്ക്കും സൂപ്പർ ഹിറ്റാണ്. പക്ഷെ യാത്രക്കാർ ശ്രദ്ധയ്ക്ക് നല്ലൊരു സിനിമയായിരുന്നു. അതിലെ ജോൺസന്റെ സംഗീതം,
അതിനുശേഷം പിന്നെ ജോൺസനെ വെച്ചിട്ട് ജോൺസൺ അല്ല, പിന്നീട് ഇളയരാജയാണ് സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് വിദ്യാസാഗർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഷാൻ റഹ്മാൻ ചെയ്തിട്ടുണ്ട്. ജോൺസണും സത്യൻ അന്തിക്കാടും ഒന്നിച്ചിട്ടുള്ള അവസാനത്തെ ഒരു സിനിമയാണ് യാത്രകൾ ശ്രദ്ധയ്ക്ക്. ജയറാമിന്റെ നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ജയറാമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത്, ജയറാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് അതിൽ ജയറാമിന്റെ ചില സീൻസ് ഒക്കെ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ജയറാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തൊരു സിനിമ എന്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ള സിനിമയാണ് പഞ്ചതന്ത്രം. KS രവികുമാറിന്റെ സിനിമ. തെന്നാലിക്ക് ശേഷം കമലഹാസൻ, KS രവികുമാർ, അതിൽ ജയറാം അഭിനയിക്കുന്നു. നമുക്ക് ഇവരൊരു 5 പേരുണ്ട് അതിൽ. കമലഹാസനും ജയറാമും, രമേശ് അരവിന്ദ്, ശ്രീമാൻ, യുഗി സേതു, ഇവരെല്ലാം. പിന്നെ അതിൽ രമ്യ കൃഷ്ണൻ ഉണ്ട്, സിമ്രാൻ ഉണ്ട്, ഉർവശി ഉണ്ട്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ്. എനിക്കൊണ്ട് തെന്നാലി പോലെ അതങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ ഹിറ്റ് തന്നെയാണ്. തെന്നാലി പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല, പ്രത്യേകിച്ച് കേരളത്തിലൊന്നും തെന്നാലി പോലെ ഓടിയിട്ടില്ല. തെന്നാലി പിന്നെയും കേരളത്തിൽ ഓടിയിട്ടുണ്ട്. പക്ഷെ ജയറാം പറയും അന്ന് തിയേറ്ററെക്കാട്ടും കൂടുതൽ, ജയറാം തന്നെ പലപ്പോഴും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, TV-യിൽ ഇപ്പോഴും സിനിമ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇട്ടാൽ അത് തീരുമ്പോൾ 7 മണിയാവും. കാരണം ഇപ്പോഴും അതിന്റെ റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അത്രയധികം പരസ്യമാണ്. കാരണം ഭയങ്കര ഹ്യൂമറായിട്ട് തലതല്ലി ചിരിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പഞ്ചതന്ത്രം. ആ ഒരൊറ്റ സിനിമ എനിക്കൊണ്ട് ഈ പറയുന്ന മലയാളത്തിൽ അഭിനയിച്ച ഈ സിനിമയെക്കാട്ട് കൂടുതൽ ജയറാം സ്കോർ ചെയ്തിട്ടുള്ളതും ജയറാമിന് ഗുണം ചെയ്തിട്ടുള്ളതും ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ പഞ്ചതന്ത്രം എന്ന KS രവികുമാർ, കമലഹാസന്റെ കൂടെയുള്ള സിനിമ തന്നെയായിരിക്കും. ഈ ഒരു സിനിമയുടെ ഒരു സീക്വൽ എടുക്കാനൊക്കെ KS രവികുമാറിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ലോകേഷ് കനകരാജും വിക്രത്തിന് വേണ്ടി കമലഹാസനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വിക്രം എന്ന പഴയ ആ ഒരു സിനിമയുടെ ക്യാരക്ടർ എടുത്തിട്ടാണ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പൊ അന്ന് ലോകേഷിനും ഈ ഒരു കഥയൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതിലെ ഒരു ക്യാരക്ടർ എടുത്തിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ എനിക്കൊണ്ട് ഈ അടുത്ത് വിക്രം സിനിമയുടെ റിലീസിന്റെ ഭാഗമാണോ, ഇന്ത്യൻ 2 ആണോ, ഞാൻ മറന്നു, ഏതൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇവര് തന്നെ വീണ്ടും ഒരുമിക്കുന്നതും ഒരു പ്രൊമോ പോലെ കണ്ടിരുന്നു. പെട്ടെന്ന് മറന്നു ഏത് സിനിമയാണെന്നുള്ള. വിക്രം തന്നെയാന്ന് തോന്നുന്നു. അതില് കമലഹാസനെ കാണാനില്ലാന്നോ ഒരു ന്യൂസ് കണ്ടിട്ട് ആ ന്യൂസ് വെച്ചിട്ട് ഇവര് പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു പ്രൊമോ ചെയ്തതായിട്ട് ഇതെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ ഒരു തമിഴ് സിനിമയും കൂടിയുണ്ട് ജയറാമിന്റെ. അത് നൈന എന്നാണ് സിനിമയുടെ പേര്. മനോബാല ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഞാൻ ഈ സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ ജയറാമും മന്യയും ആണ് അഭിനയിച്ചിട്ടുള്ളത്, പിന്നെ വടിവേലുണ്ട്. ഇതൊരു ഓഗസ്റ്റ് മാസമാണ് 2002 തിയേറ്റർ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും അത് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എന്തായാലും സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ ഒരു 5 സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് തിയേറ്ററിൽ ഇറങ്ങിയത്. ആ സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞു 2000 കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വരവ് എന്ന് പറഞ്ഞാൽ ദിലീപ് അങ്ങോട്ട് നായകനായിട്ട് കത്തിക്കേറി വന്നു കഴിഞ്ഞപ്പോൾ 2002 ശരിക്കും ദിലീപിന്റെ വർഷമാണ്. ജയറാം എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കില്ലായിരുന്നെങ്കിൽ ജയറാമിന് മലയാളത്തിൽ ഒന്ന് ക്ഷീണമാവേണ്ടതായിരുന്നു. അപ്പുറത്ത് തമിഴിൽ ഈ പഞ്ചതന്ത്രം കൂടി കിട്ടിയതുകൊണ്ടാണ് ജയറാമിന് ഒന്ന് പിടിച്ചിക്കാൻ പറ്റി, ബാലൻസ് ചെയ്യാൻ പറ്റി 2 ഭാഷയിലായിട്ട്. എന്തായാലും ഈ സിനിമകളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എന്തായാലും എന്റെ ഫേവറേറ്റ് സിനിമ ഇതിൽ പഞ്ചതന്ത്രം എന്റെ ഫേവറേറ്റ് ആണ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും എന്റെ ഫേവറേറ്റ് ആണ്. മലയാളി മാമന് വണക്കം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അതും നമുക്ക് കമന്റ് ചെയ്യുക.